അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ട്രസ്റ്റ് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ ആവശ്യം. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരെ തിരികെ ജയിലിൽ എത്തിച്ചു. ട്രസ്റ്റിന് രാമഭക്തിയുള്ളവരെ സ്ഥിരം സിഇഒ ആയി കണ്ടെത്താനാണ് ശ്രമം നടത്തുന്നത് എന്ന് അന്വേഷണ സമിതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ട്രസ്റ്റിലെ പുതുക്കിയ ജോലി ക്രമീകരണത്തിൽ പ്രതിഷേധിച്ച് 23 തൊഴിലാളികൾ ഒറ്റ ദിവസം രാജിവെച്ചു. ലവ്കുശ് മിശ്ര, അനുകൽപ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിങ്ങനെയുള്ള 3 പ്രതികളെയും 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയായിരുന്നു ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കസ്റ്റഡി കാലാവധിയിൽ നടത്തിയ പരിശോധനയിൽ വിവിധയിടങ്ങളിൽ നിന്ന് കെട്ടുകണക്കിനുള്ള പണവും അതോടൊപ്പം തന്നെ ആഭരണങ്ങളും പ്രതികൾക്കൊപ്പം എത്തി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് തിരികെ കൊണ്ടാക്കിയത്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മാറ്റങ്ങളും ട്രസ്റ്റ് അയോധ്യ രാമക്ഷേത്രത്തിലെ ജോലികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ജീവനക്കാർക്ക് അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന സാഹചര്യമാണ് ഉള്ളത് എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ആക്ഷേപം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 23 ജീവനക്കാർ ഇന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയത്. ജോലി സമയം ഇരട്ടിയാക്കിയതും ശമ്പളം പകുതിയായി വെട്ടിക്കുറച്ചതുമാണ് ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. അതേസമയം ഈ കേസിൽ ടിനു യാദവ് എന്ന് പറയുന്ന ചമ്പത് റായുടെ അടുത്ത അനുയായി VIP ദർശന് വേണ്ടിയുള്ള പാസുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയിരുന്നു. ഇതിനായി ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും യൂസർ ഐഡികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രസ്റ്റ് ഇപ്പോൾ ചമ്പത് റായുടെയും അതോടൊപ്പം തന്നെ അനിൽ മിശ്രയുടെയും യൂസർ ഐഡികൾ മരവിപ്പിച്ചിരിക്കുന്നത്. VIP ദർശനത്തിനായി പാസുകൾ ഇഷ്യൂ ചെയ്യുന്ന പോർട്ടലിൽ ഉപയോഗിക്കുന്ന യൂസർ ഐഡികളാണ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഈ അയോധ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കുകയാണ്. A high-level judicial probe. Probe must be very transparent. Nobody should be allowed to go scot-free. The resignations are not the answer. അയോധ്യയിൽ നടന്ന കൊള്ളയ്ക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. അതേസമയം അന്വേഷണവുമായി SIT മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെ അധികം വൈകാതെ അയോധ്യ ക്ഷേത്രത്തിലും SIT സംഘം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 16-ന് മുൻപ് അന്തിമ റിപ്പോർട്ട് നൽകാനാണ് SITക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ ട്രസ്റ്റിന് ഒരു സ്ഥിരം സിഇഒയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. രാമഭക്തനായ ഒരാളെയാണ് മുഴുവൻ സമയ സിഇഒ ആയി അന്വേഷിക്കുന്നത് എന്ന് സിഇഒയെ കണ്ടെത്താനായി രൂപീകരിച്ച 3-അംഗ സമിതി വ്യക്തമാക്കുകയും ചെയ്തു. ക്യാമറാമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.